കുന്നംകുളം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഗോത സജീവതയിലേക്ക് അടുക്കുകയാണ്. 37 വാർഡുകളിൽ 15 സീറ്റുകൾ നേടി CPM വലിയ ഒറ്റക്കക്ഷിയായപ്പോൾ BJPയുടെയും ഇടത് ഏകോപന സമിതിയുടെയും പിന്തുണയിൽ UDF ആണ് 5 വർഷക്കാലം കുന്നംകുളത്ത് ഭരണം നടത്തിയത്. ഇത്തവണ ഭരണം നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ ഇടതുമുന്നണിയും ഊർജിത ശ്രമമാണ് നടത്തുന്നത്. കുന്നംകുളത്തേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം. കച്ചവട നഗരമെന്ന ഖ്യാതിയാണ് കുന്നംകുളത്തിനുള്ളത്. കുന്നംകുളം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന നഗരസഭയിൽ CPIM 15 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. എന്നാൽ RMPയുടെയും BJPയുടെയും പിന്തുണയോടെ UDF ആണ് ഭരണം നടത്തിയത്. അധാർമികമായ ഒരു കൂട്ടുകെട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ നഗരസഭയ്ക്കകത്ത് ഭരണം നടത്തിയത്. കോൺഗ്രസും BJPയും RMPയും ഒരു ധാർമ്മികതയുമില്ലാത്ത ഈ കൂട്ടുകെട്ട് നടത്തിയ ഭരണത്തിനെതിരായി കുന്നംകുളം നഗരത്തിനകത്തെ ജനതതി പ്രതികരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ 14 സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇപ്പോൾ ഈ നഗരസഭ, പുതിയതായി വന്ന നഗരസഭ വലിയ ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിലും ഒന്നല്ല അവർ ശ്രദ്ധിച്ചത്. താഴെ ഇപ്പോൾ പെൻഷൻ കൊടുക്കുക, റോഡുകളൊക്കെ ടാർ ചെയ്യുക, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ശരിക്കും കത്തിച്ചു. ഈ കെട്ടിടങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിക്ക് വരുമാനം കൂട്ടാൻ സാധിക്കും. പഴയ കാലത്തൊക്കെ വലിയ കെട്ടിടങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയിലുണ്ട്. വരുമാനം അങ്ങനെയാണ് മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ആളുകൾക്ക് മെച്ചമുള്ള കുറേ സ്കീമുകളൊക്കെ ഉണ്ടാക്കി. പ്രത്യേകിച്ചും ഇപ്പോഴും ആളുകൾ ഈ വെള്ളം, റോഡ്, ലൈറ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ ആൾക്കാർക്ക് ഇപ്പോഴും വലിയ ഈ ആവശ്യങ്ങൾ അത് തന്നെയാണ്. RMPയുടെയും BJPയുടെയും സജീവ സാന്നിധ്യം ഇരുമുന്നണികളെയും ഒരുപോലെ അലോസരപ്പെടുത്തുന്നുണ്ട്. കുന്നംകുളത്തിന്റെ കര ആരു കയറുമെന്ന് ഇനി കണ്ടറിയണം. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.